നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഗുരുവായൂർ ക്ഷേത്രദർശനത്തിനായി എത്തിയ മുൻ കേന്ദ്രമന്ത്രിയും BJP ദേശീയ നേതാവുമായ V. മുരളീധരനെ ക്ഷേത്രം അധികൃതർ പ്രത്യേക പരിഗണന നൽകി ആദ്യഘട്ടത്തിൽ കടത്തിവിട്ടില്ല. പിന്നീട് ദർശനത്തിന് അനുമതി നൽകിയത് അഡ്മിനിസ്ട്രേറ്ററുടെ ഇടപെടലിനെ തുടർന്ന് നിയന്ത്രിത അവധി എന്ന വിശദീകരണം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് യാത്രികനായ റേഷൻ കട ഉടമയ്ക്ക് ദാരുണാന്ത്യം. വെങ്കിടങ്ങ് കണ്ണോത്ത് റോഡിൽ റേഷൻ കട നടത്തുന്ന എലവത്തിങ്കൽ അന്തോണി മകൻ 63 വയസ്സുള്ള സണ്ണിയാണ് മരിച്ചത്. അപകടം തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ. മലയാളി വിഷു ആഘോഷിക്കാനായുള്ള ഒരുക്കത്തിൽ നാടാകെ വിഷു ചന്തകൾ സജീവം. ഇക്കുറി വിഷു ഏപ്രിൽ 15-ന്. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണിയെ തുടർന്ന് കണിവയ്ക്കാൻ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ഇത്തവണ വിപണിയിൽ ക്ഷാമമെന്ന റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ മുൻ കേന്ദ്രമന്ത്രിയും BJP ദേശീയ നേതാവുമായ V. മുരളീധരനെ ക്ഷേത്രം അധികൃതർ പ്രത്യേക പരിഗണന നൽകി ആദ്യഘട്ടത്തിൽ കടത്തിവിട്ടില്ല. പിന്നീട് ദർശനത്തിന് അനുമതി നൽകിയത് അഡ്മിനിസ്ട്രേറ്ററുടെ പ്രത്യേക ഇടപെടലിനെ തുടർന്നാണ്. നിയന്ത്രിത അവധി എന്നാണ് വിശദീകരണം. തിങ്കളാഴ്ച രാവിലെ 6:10 V. മുരളീധരൻ ഉൾപ്പെടെ 5 പേർ ദർശനത്തിനെത്തിയത്. സമയം 6 കഴിഞ്ഞതിനാൽ കൊടിമരം വഴി കടത്തിവിടേണ്ടതില്ലെന്ന് ക്ഷേത്ര മാനേജർ സെക്യൂരിറ്റിക്കാരോട് നിർദ്ദേശിച്ചു. ഇതോടെ മുരളീധരനും കൂടെയുള്ളവർക്കും അകത്ത് കടക്കാനായില്ല. മുരളീധരന്റെ സുഹൃത്തും ഗുരുവായൂരിലെ പൊതുപ്രവർത്തകനുമായ ശ്രീകുമാർ ഇഴുവപ്പാടി ക്ഷേത്രം ഗോപുരത്തിലെത്തി മാനേജരുമായി സംസാരിച്ചു. ഇന്ന് നിയന്ത്രിത അവധിയാണെന്നും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം അനുവദിക്കാനാകില്ലെന്നും മാനേജർ അറിയിച്ചു. എന്നാൽ പ്രവൃത്തി ദിവസമായ ഇന്ന് നിയന്ത്രിത അവധി ആകുന്നതെങ്ങനെയെന്നും ഇക്കാര്യം ഭക്തരെ മുൻകൂട്ടി അറിയിക്കേണ്ടതല്ലേയെന്നും ചോദ്യമുയർന്നു. ചെറിയ തർക്കത്തിനൊടുവിൽ മാനേജർ അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ ഇടപെടലോടെ V. മുരളീധരനെയും 3 പേരെയും കടത്തിവിട്ടു. മറ്റ് 2 പേർ നെയ്വിളക്ക് ഷീട്ടാക്കിയും ദർശനം നടത്തി. ഉഷപൂജ സമയത്ത് എത്തിയ V. മുരളീധരൻ ശീവേലിക്ക് ശേഷമാണ് ദർശനം കഴിഞ്ഞ് മടങ്ങിയത്. പൊതു അവധി ദിവസങ്ങൾ അടുപ്പിച്ചു വരുന്നതിനാൽ വലിയ തിരക്ക് പരിഗണിച്ച് വരിയിൽ നിൽക്കുന്നവർക്ക് ദർശനം വേഗത്തിലാക്കാൻ പ്രവൃത്തി ദിനമായ തിങ്കളാഴ്ചയും VIP ദർശനം അനുവദിക്കേണ്ടെന്ന് ദേവസ്വം തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ചു മാത്രമേ ദർശനം നടത്താൻ എത്തുമായിരുന്നുള്ളൂ എന്നാണ് V. മുരളീധരന്റെ ഒപ്പമുള്ളവർ പറഞ്ഞത്. ബൈക്കുകൾ കൂട്ടിയിടിച്ച് യാത്രികനായ റേഷൻ കട ഉടമയ്ക്ക് ദാരുണാന്ത്യം. വെങ്കിടങ്ങ് കണ്ണോത്ത് റോഡിൽ റേഷൻ കട നടത്തുന്ന എലവത്തിങ്കൽ അന്തോണി മകൻ 63 വയസ്സുള്ള സണ്ണിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു അപകടം. എലവത്തൂർ റോഡിൽ അന്നകര ഹാപ്പി നഗറിന് സമീപം ബൈക്കുകൾ തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എലവത്തൂർ സ്വദേശിയായ സനീഷ് സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റും സണ്ണി ഓടിച്ചിരുന്ന ഹീറോ ഫാഷൻ പ്രോ ആണ് കൂട്ടിയിടിച്ചത്. പാവർട്ടി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം പിന്നീട് നടക്കും. ജോയ്സിയാണ് മരിച്ച സണ്ണിയുടെ ഭാര്യ. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ പോലീസ് പിടിയിൽ. പാരഡൈസ് ബസിലെ കണ്ടക്ടറും ആനായ്ക്കൽ വലിയപറമ്പിൽ വീട്ടിൽ അരവിന്ദാക്ഷന്റെ മകനുമായ അഖിലിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പുന്നിയൂർക്കുളം ചമ്മന്നൂർ സ്വദേശി ചമ്മനിയൽ വീട്ടിൽ ജാസിബിൻ ബക്കർ, കൊച്ചന്നൂർ സ്വദേശി തീയത്തേൽ വീട്ടിൽ അഷ്മിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 4:30 കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന അഖിലിനെ പ്രതികൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. 6 മാസം മുൻപ് ബസ്സിൽ വെച്ചുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് ഈ ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. പഴയ വൈരാഗ്യം തീർക്കാനായി പ്രതികൾ കണ്ടക്ടറെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിവരം. പരിക്കേറ്റ അഖിലിനെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലുള്ള യുവാക്കളെ ചോദ്യം ചെയ്തു വരികയാണ്. എരുമപ്പെട്ടി വെള്ളറക്കാട് പെയിന്റിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവും മരിച്ചു. വെള്ളറക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനടുത്ത് താമസിക്കുന്ന ചുള്ളിയിൽ ലത്തീഫിന്റെ മകൻ പെയിന്റിംഗ് തൊഴിലാളിയായ നിയാസ് ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. വേങ്ങാട്ടുപാറയിൽ വീടിന് പെയിന്റ് ചെയ്യുന്നതിനിടയിൽ മുകളിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച വൈകിട്ടോടെയാണ് അന്ത്യം. ഫാത്തിമയാണ് ഭാര്യ. സാബിദ്, റമീസ്, സഫ്രിൻ എന്നിവർ മക്കളാണ്. കബറടക്കം പേങ്ങാട്ടുപാറ ബദരിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. വിഷുക്കാലത്ത് മലയാളിയുടെ തീൻമേശയിൽ വിഷരഹിത പച്ചക്കറികൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വിഷുചന്ത ആരംഭിച്ചു.
ചന്തയുടെ ഉദ്ഘാടനം കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയൻ നിർവഹിച്ചു. ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് സ്നേഹ വി ജോസ് സ്വാഗതം പറഞ്ഞു. സരിത, ശ്രീകല, സജിനി, അമുൽരാജ് എന്നിവർ ചന്തയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രാദേശിക കർഷകർ പൂർണ്ണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച നാടൻ പച്ചക്കറികളാണ് മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. വിഷു സദ്യയ്ക്കും വിഷുക്കണിക്കും ആവശ്യമായ കണിവെള്ളരി, മത്തൻ, കുമ്പളം, പയർ, പാവയ്ക്ക, പടവലം തുടങ്ങിയ വിവിധയിനം പച്ചക്കറികളും ഇവിടെ ലഭിക്കും. കൂടാതെ വിഷുക്കട്ട തയ്യാറാക്കാൻ ആവശ്യമായ ജൈവ ഉണക്കലരി, നാളികേരം എന്നിവയും ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ കർഷകരിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ന്യായവിലയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഇതിലൂടെ സാധിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പ്രാദേശിക കർഷകർക്ക് മികച്ച വിപണി ഒരുക്കുക കൂടിയാണ് ഈ സംരംഭത്തിലൂടെ കൃഷിഭവൻ ലക്ഷ്യമിടുന്നത്. വിഷു വിഭവങ്ങൾ വാങ്ങാനായി നിരവധി പേരാണ് ചന്തയിലേക്ക് എത്തുന്നത്. വിഷുവിന് വീടുകളിൽ കണി കാണാൻ വയ്ക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ഇത്തവണ വിപണിയിൽ ക്ഷാമം നേരിടുന്നു. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണിയാണ് ക്ഷാമത്തിന് പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. വിഗ്രഹ നിർമ്മാണത്തിനാവശ്യമായ ഫൈബർ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളും നിറം നൽകുന്നതിനുള്ള സീലർ, മെലാമിൻ, ഗോൾസി, ടിന്നർ, പശ, പെയിന്റ് തുടങ്ങിയവയും സാധാരണയായി ചൈനയിൽ നിന്നാണ് കണ്ടെയ്നർ മാർഗം എത്തുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കടൽ ഗതാഗതത്തിലെ അനിശ്ചിതത്വവും ചില തുറമുഖങ്ങളിലെ നിയന്ത്രണങ്ങളും കാരണം കഴിഞ്ഞ 2 മാസമായി ഈ വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞതോടെ പ്രാദേശിക വിഗ്രഹ നിർമ്മാണം ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. നേരത്തെ ഓർഡർ എടുത്ത പല ശില്പികൾക്കും സമയബന്ധിതമായി ഇവ വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. മൊത്ത വ്യാപാരികളിലെ പഴയ സ്റ്റോക്കുകൾ പോലും ഇതിനകം വിറ്റഴിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. സാധാരണയായി വിഷുവിന് മുന്നോടിയായി 100 കണക്കിന് കൃഷ്ണരാധ വിഗ്രഹങ്ങളാണ് വിപണിയിലെത്താറുള്ളത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി അവസാനം മുതൽ അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലച്ചതോടെ വിപണിയിൽ ഇവയുടെ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. വിഷുക്കണിക്കായി മികച്ച മനോഹരമായ വിഗ്രഹങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് ആശങ്കയുണ്ടാക്കുകയാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തുടനീളം വിഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നുമെത്തിയ വ്യാപാരികൾക്ക് ആവശ്യമായ വിഗ്രഹങ്ങൾ ലഭിക്കാതെ മടങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾക്കും നിരവധി തൊഴിലാളികളുടെ ഉപജീവനവും അനിശ്ചിതത്വത്തിലാക്കുകയാണ്. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷദീപാർച്ചന നടന്നു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും ക്ഷേത്ര മൈതാനത്തുമാണ് ലക്ഷദീപം ഒരുക്കിയത്. ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ ആദ്യ ദീപം തെളിയിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിധീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, പഞ്ചായത്ത് അംഗങ്ങളായ എസ് ചന്ദ്രൻ, ജി രഞ്ജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് കുമരങ്കോട് ദേവസ്വം ലക്ഷദീപ സമർപ്പണ സമിതിയാണ് ലക്ഷദീപം ഒരുക്കിയത്. ലക്ഷദീപാർച്ചനയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് ഹരിപ്പാട് അഖിൽ യശ്വന്ത് അവതരിപ്പിച്ച സോപാന സംഗീതാർച്ചനയും പ്രസാദവൂട്ടും നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി, ക്ഷേത്ര മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, ശിവദാസൻ വടുതല, അരുൺ അമ്പക്കാട്ട്, മനോജ് പെരുവഴിക്കാട്ട്, ഉണ്ണികൃഷ്ണൻ മേലേപ്പുരയ്ക്കൽ, ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ ശ്രീരാമൻ തെക്കൂട്ട്, സുജീഷ് അരുവാത്തോട്ടിൽ, കോർഡിനേറ്റർ ബാബുരാജ് കേച്ചേരി, മാതൃസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പൂക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ ടൂർണമെന്റിൽ വിഷ്ണുദേവ്, തീർത്ഥദേവ് എന്നിവർ കിരീടം സ്വന്തമാക്കി. കിരൺ, അഭിഷേക് എന്നിവർ 2ാം സ്ഥാനം നേടി. പ്രശസ്ത ബാഡ്മിന്റൺ താരവും ദേശീയ അമ്പയറും പരിശീലകനുമായ വിനോയ് വിൻസെന്റിനെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി അനൂപ് സമ്മാനദാനം നടത്തി. കൺവീനർ സിജോ ചീരൻ, വിൻസെന്റ്, ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ ഒളക്കെങ്കിൽ, സേവ്യർ പനക്കൽ എന്നിവർ സംസാരിച്ചു. മറ്റം നിത്യസഹായ മാതാവിന്റെ തിരുനാളിന്റെ ഭാഗമായി മറ്റം ഫൊറോനയിലെ കൂനമുച്ചി, ആളൂർ, വാഗ എന്നീ ഇടവകകളിൽ നിന്നുള്ള 1ാം കനകക്കുന്ന് തീർത്ഥാടനം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ സമാപിച്ചു. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലുകാരൻ ഇടവക ജനങ്ങളുടെയും നേതൃത്വത്തിൽ ഇടവക അംഗങ്ങളെ സ്വീകരിച്ചു. ഫാദർ ജെയ്സൺ മാറോക്കി, ഫാദർ ജാക്സൺ ചാലക്കൽ, ഫാദർ ജോബി പുത്തൂർ, ഫാദർ ഫെബിൻ കുത്തൂർ എന്നീ വൈദികരുടെ നേതൃത്വത്തിൽ സമൂഹ ബലി നടന്നു. ഏപ്രിൽ 13, 14, 15 തീയതികളിൽ വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 9:30 വരെ കനകക്കുന്ന് ബൈബിൾ കൺവെൻഷൻ നടക്കും.
ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം ഏപ്രിൽ 17 മുതൽ 20 വരെയുള്ള തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 12 ഞായറാഴ്ച പ്രത്യേക കുർബാനയ്ക്ക് ശേഷം മുൻ പള്ളി വികാരിയും പുതുരുത്തി പള്ളി വികാരിയുമായ ഫാദർ ജിയോ ചെറടായി കാർമ്മികത്വം വഹിച്ച് കൊടിയേറ്റം നടത്തി. കൊടിയേറ്റം മുതൽ തിരുനാൾ ദിനം വരെ വൈദികരായ ടോണി വാഴപ്പിള്ളി, നിബിൻ തളിയത്ത്, ഫ്രാൻസിസ് വാഴപ്പിള്ളി, വൈസ് ചാൻസലർ ഷിജോ ചിരിയങ്കണ്ടത്ത്, വികാരി ജനറൽ ജോസ് കോന്നിക്കര, ഇഗ്നേഷ്യസ് നന്ദിക്കര, സിൻഡോ തൊറയൻ, ഫിജോ ആലപ്പാട്ട്, ഗ്ലാഡ്രിൻ വട്ടക്കുഴി എന്നിവരുടെ നേതൃത്വത്തിൽ കുർബാന നടക്കും. 17 വെള്ളിയാഴ്ച ഇടവക ദിനത്തിൽ വൈകിട്ട് 5:30 വടക്കേക്കാട് SHO PP ജസ്റ്റിൻ വർണ്ണാഭമായ അലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 18 രാവിലെ 7 മണിക്ക് ദിവ്യബലി, കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പ്, വള എഴുന്നള്ളിപ്പ്, ബാൻഡ് സെറ്റുകളുടെ കലാപ്രകടനം, പിന്നീട് വർണ്ണമഴ എന്നിവ നടക്കും. 19 തിരുനാൾ ദിനത്തിൽ രാവിലെ 6:30 ദിവ്യബലി, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7 മണിക്ക് തൃശൂർ ഗ്രാൻഡ് വോയ്സ് തകതിമി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ മ്യൂസിക് നൈറ്റ് എന്നിവയും അരങ്ങേറും. 20 രാവിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി, സെമിത്തേരി ലോപ്പീസ് എന്നിവയും, വൈകിട്ട് 7 മണിക്ക് ജോസ്കോ തിരുവനന്തപുരം നയിക്കുന്ന ഗാനമേളയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോസ് ചൊവ്വല്ലൂർ, ജനറൽ കൺവീനർ റാഫേൽ പുറത്തൂർ, പബ്ലിസിറ്റി കൺവീനർ വർഗീസ് കൊമ്പൻ, പ്രോഗ്രാം കൺവീനർ MJ ജോഷി, ജോയിന്റ് കൺവീനർ PT ആന്റണി, ഡീക്കൻ പ്രിൻസ് കിളിയംപ്രയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ 61ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് വൈശ്ശേരി സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്ന് ഭക്തിനിർഭരമായ ഘോഷയാത്ര ആരംഭിച്ച് പഴയ പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, അനുസ്മരണ സമ്മേളനം, ആശീർവാദം, പൊതുസദ്യ എന്നിവ നടന്നു. തിങ്കളാഴ്ച രാവിലെ 6:15 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, കൈമുത്ത്, നേർച്ച തുടങ്ങിയവയുണ്ടായി. പാമ്പാടി ദയറ മാനേജർ ഫാദർ മാത്യു എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈക്കാരൻ KC കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ, കൺവീനർ ഷെബിൻ P ചെറുവത്തൂർ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മതസൗഹാർദ്ദത്തിന്റെയും പങ്കുവെക്കലിന്റെയും വേദിയായി പുട്ടും പാട്ടും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. പുരോഗമന കലാസാഹിത്യ സംഘം താമരപ്പള്ളി യൂണിറ്റും റെഡ്കോ നാട്യകലാവേദിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അംഗപരിമിതരുടെ കൂട്ടായ്മയായ പൂമ്പാറ്റ അവതരിപ്പിച്ച മേളത്തോടുകൂടിയാണ് ചടങ്ങിന് വേദിയുണർന്നത്. ഇന്ദ്രാംചിറ പരിസരത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരി ജൈന ചക്കാമാത്തിൽ നിർവഹിച്ചു. ശ്രീന പ്രതാപൻ അധ്യക്ഷയായി. PG സുബിദാസ്, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, പ്രസാദ് കാക്കശ്ശേരി, RA അബ്ദുൽ ഹക്കീം, BR സന്തോഷ്, CF രാജൻ, KA പരീത്, ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, തുളസി രാമചന്ദ്രൻ, NB ജയ, KS ശ്രീനിവാസൻ, സുധാ ശിവപ്രസാദ്, റീത സോമസുന്ദരം എന്നിവർ സംസാരിച്ചു. ഗ്രാമത്തിലെ വിവിധ വീടുകളിൽ നിന്നും പാചകം ചെയ്തുകൊണ്ടുവന്ന വിവിധ തരം പുട്ടുകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടും നിറഞ്ഞ ചായക്കടയും പരിപാടിയിൽ കൗതുകമുണർത്തി. എഴുത്തുകാരെ ചടങ്ങിൽ ആദരിച്ചു. പാട്ടും കുട്ടികളുടെ കലാപരിപാടിയും വീരനാട്യവും അരങ്ങേറി. പങ്കെടുക്കാൻ വന്നവർ ചായക്കടയിൽ നിന്നും വൈവിധ്യമാർന്ന ഭക്ഷണവും കഴിച്ചാണ് പിരിഞ്ഞത്. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നാരായണീയ പഠന ക്ലാസ് ആരംഭിച്ചു. ക്ഷേത്ര മേൽശാന്തി ശ്രീപതി എമ്പ്രാന്തിരി ഭദ്രദീപം തെളിയിച്ചു. ആചാര്യൻ കുറുവല്ലൂർ ഹരിനമ്പൂതിരി പഠന ക്ലാസിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും ക്ഷേത്രം ഭാരവാഹികളും ഭക്തരും പങ്കെടുത്തു. കടപ്പുറം അഞ്ചങ്ങാടി കെട്ടുങ്ങൽ പഴു തറവാട് ശ്രീ ഭദ്രകാളി കുറത്തിയമ്മ ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കണ്ടശങ്കടവ് പ്രസാദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ശാന്തി കാളിദാസൻ നേതൃത്വം നൽകി. ഗജവീരൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ തിടമ്പേറ്റി. അഞ്ചങ്ങാടി ഗല്ലി ഡോൺസ്, ധർമ്മപുരി സബ്ദിപ്പടി എന്നിവയുടെ വരവ് ഉണ്ടായി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,975 രൂപ, സ്വർണം പവന് 1,11,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
ഗുരുവായൂർ ക്ഷേത്രദർശനമായി എത്തിയ മുൻ മന്ത്രിയും BJP ദേശീയ നേതാവുമായ വി മുരളീധരനെ ക്ഷേത്രം അധികൃതർ പ്രത്യേക പരിഗണന നൽകി ആദ്യഘട്ടത്തിൽ കടത്തിവിട്ടില്ല. പിന്നീട് ദർശനത്തിന് അനുമതി നൽകിയത് അഡ്മിനിസ്ട്രേറ്ററുടെ ഇടപെടലിനെ തുടർന്ന് നിയന്ത്രിത അവധി എന്ന വിശദീകരണം. ബൈക്കുകൾ കൂട്ടിയിടിച്ച യാത്രികനായ റേഷൻ കട ഉടമയ്ക്ക് ദാരുണാന്ത്യം. വെങ്കിടങ്ങ് കാണ്ണോത്ത് റോഡിൽ റേഷൻ കട നടത്തുന്ന എലവത്തിങ്കൽ അന്തോണി മകൻ 63 വയസ്സുള്ള സണ്ണിയാണ് മരിച്ചത്. അപകടം ഇന്ന് രാവിലെ 9 മണിയോടെ. മലയാളി വിഷു ആഘോഷിക്കാനായുള്ള ഒരുക്കത്തിൽ നാടാകെ വിഷുചന്തകൾ സജീവം. ഇക്കുറി വിഷു ഏപ്രിൽ 15-ന് ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണിയെ തുടർന്ന് കണിവയ്ക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ഇത്തവണ വിപണിയിൽ ക്ഷാമമെന്ന റിപ്പോർട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.